ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നൊരു അടിപൊളി വ്ളോഗാണ് കേട്ടോ. എന്നും കുക്കും വീഡിയോ അല്ലേ, അപ്പോൾ അതിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ പോകുന്നത് പാലക്കാടുള്ള മറൈൻ വേൾഡിലേക്കാണ് കേട്ടോ. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് ഗ്രൗണ്ടിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. അപ്പോൾ സൺഡേ ആണ് ഞങ്ങൾ പോയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല ബ്ലോക്കായിരുന്നു അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇത് എൻട്രി ആണ്. എൻട്രീൻ്റെ ആ ഭാഗത്ത് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്ക് ചെയ്യാൻ പറ്റാതെ ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരികയാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് തിരക്കായിരുന്നു. ഞായറാഴ്ച പോകാതിരിക്കുന്നതാണ് കേട്ടോ അധികവും നല്ലത്. അല്ലാത്ത ദിവസം വൈകുന്നേരങ്ങളിൽ പോവാണ് നല്ലത്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നതിന് ശേഷം നോക്കുമ്പോണ്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുകയാണ് കേട്ടോ. കാരണം ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാൻ പറ്റാതെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കാണാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചു. കുറേ പേര് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുത്തിട്ട്. എത്രയും 2 മണിക്കൂറൊക്കെ ആയി ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര അടിയൊക്കെ ആയിരുന്നു കേട്ടോ ഇടയിൽ അവർ തമ്മിൽ, സെക്യൂരിറ്റിയും ഗാർഡും ആൾക്കാരൊക്കെ തമ്മിൽ ഭയങ്കര അടിയും പ്രശ്നമൊക്കെ ആയിരുന്നു. കാരണം കുറേ നേരമായി ചെറിയ മക്കളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ചെറിയ കുട്ടികളും എല്ലാവരുമായിട്ട് വന്നിട്ടുകൊണ്ട് തന്നെ അവർക്ക് നിൽക്കാനുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തിരക്ക് നിയന്ത്രിക്കുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. തിരക്ക് നിയന്ത്രിച്ചല്ല, അതിൻ്റെ ഉള്ളിൽ എല്ലാവരെയും കടത്തിവിടാനും പറ്റില്ലല്ലോ. ചെറിയൊരു സംഭവമല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ടിക്കറ്റ് കൗണ്ടറും കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ചിരിക്കുന്നു. പിന്നെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഒരു ദിവസം വന്നിട്ട് കാണാമെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ ഇക്ക വരുന്നുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഫാമിലിയും ഉണ്ടായിരുന്നു. അവരും എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞാനും ഇക്കയും ഇക്കയുടെ ഉമ്മയും എല്ലാം കൂടിയാണ് പോയത്. അപ്പോൾ അതാ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾക്ക് കയറാൻ പറ്റിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തിരക്കൊക്കെ ഒഴിയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. എൻട്രി ഭാഗത്ത് നല്ല രസമുണ്ടായി കേട്ടോ കാണാൻ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് കയറി. ആ ഒരു സ്ഥലത്ത് തന്നെ തിരക്കുള്ളതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ നമ്മളെ ഒപ്പം പോകണമല്ലോ, തിരക്കുള്ളതുകൊണ്ട് തന്നെ വിട്ട് പോയാലും അവരെയൊന്നും കാണാനും പറ്റില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര പാട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചാലും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വീഡിയോ അങ്ങനെ പ്ലേ ചെയ്തിട്ട് അങ്ങനെ നടക്കുക കേട്ടോ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. ആ എൻട്രി ഉള്ള ആ ഒരു ഭാഗം തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ പോയത്. നോക്കുമ്പോൾ അവിടെ പിന്നെ ലൈനായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ട് എത്തി. നോക്കുമ്പോൾ ഈ സൈഡ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അത് കണ്ടു. അവിടെ കടലിനടിയിലുള്ള കാഴ്ചകളൊക്കെ. ഇത് നോക്കി ഇത് എന്ത് ജീവിയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ അന്തപ്പെട്ടിട്ട് നോക്കി ഞണ്ടാണോ ഞണ്ടല്ല പിന്നെ എന്താ സംഭവം. കുട്ടികളൊക്കെ ഇങ്ങനെ എന്തോ നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവർ എന്താ ഇപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി മീനുകളാണ് കേട്ടോ. ഇത് നോക്കി ഇത് ശരിക്കും പാമ്പിൻ്റെ പോലെ ഉണ്ട്. പിന്നെ ഇത് നോക്കിയുണ്ട് നല്ല രസമുണ്ട്. ഈ പായക്കപ്പലിൻ്റെ ആ ഒരു മോഡലൊക്കെ തോന്നി. നല്ല രസമുള്ള ഒരു മീനാണ് കേട്ടോ. പലതരം മീനുകളുണ്ട് ഇവിടെ. ഇതുവരെ നമുക്ക് എന്തുവരെയും കാണാൻ പറ്റില്ലല്ലോ, കടലടിയിലത്തെ മീനുകളല്ലേ. അപ്പോൾ അതാ നല്ല അടിപൊളി മീനുകൾ കേട്ടോ. ഈ മീനെ നല്ല ഭംഗി തോന്നിയിട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും കൂടി വീഡിയോ എടുത്തത്. പിന്നെ നോക്കിയൊക്കെ ഒരു എന്താ പറയുക, പുള്ളിപ്പുലീൻ്റെ പോലത്തെ ഒരു മീൻ, പാമ്പ് മീനാണ് തോന്നുന്നുണ്ട് കേട്ടോ. ചിലർ ഇതൊക്കെ കണ്ടിട്ട് അയിലയാണ്, മത്തിയാണ്, പിന്നെ എന്താ ഫിലോപ്പിയാണ്, അതാണ് കരിമീനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെറുതെ ഓരോ തമാശ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അയില മീൻ പോണു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. രസം മാത്രമല്ല ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഫുള്ള് AC ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉള്ളിലധികം ചൂട് തോന്നിയില്ല. അപ്പോൾ അതാ അവിടുത്തെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷനിൽ പോയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മീനുകൾ കേട്ടോ. ഇതെന്ത് സംഭവം എന്നറിയില്ല ശരിക്കും. ഈ മറ്റേ എന്താ പറയുക, നക്ഷത്ര മത്സ്യം എന്നൊക്കെ പറയില്ല, ആ ഒരു മോഡലായിട്ട് തോന്നി കേട്ടോ. എന്താ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി മീനുകൾ കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളാണ്. എന്തായാലും ടിക്കറ്റ് എത്ര രൂപയെന്ന് പറഞ്ഞില്ലല്ലോ. 150 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ട. അപ്പോൾ 150 രൂപയ്ക്ക് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതിൽ
ഞാൻ ഫുൾ വീഡിയോയും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഫുള്ളായിട്ട് ഇടുമ്പോൾ തന്നെ ഒരുപാടാവും. ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ഉണ്ട് വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി മീനുകളാണ് കേട്ടോ. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല കേട്ടോ. കാരണം ബാക്കിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ എടുക്കണം, എല്ലാവർക്കും ഫോട്ടോ എടുക്കണം. അപ്പം നമ്മൾ കണ്ട് അങ്ങനെ വീഡിയോ എടുത്ത് കുറച്ച് സമയമൊക്കെ വീഡിയോ എടുത്തിട്ട് പോകണം. ഇത് നോക്കി നോക്കുക, നല്ല രസമുണ്ട് കേട്ടോ. ഈ വീടിനെ കാണാൻ ഏതോ ഡ്രസ്സ് ഇട്ട പോലെ ഇല്ലേ, ഏതോ ഒരു മോഡൽ ഡ്രസ്സ് ഇട്ട പോലെ ഉണ്ട്. അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഞാനിതിനെ കണ്ടിട്ട് ഇതാ സിലോപ്പിയ മീനാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. നോക്കി നോക്കാം, കണ്ടില്ലേ. ഇതിൽ ഒരു വാലക്ക, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു നീല വരയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഓരോ മീനുകൾ, ചില മീനുകളെ കാണാൻ നമ്മൾ അന്തം വിട്ട് നോക്കിയിട്ട് വെക്കും. അത്രയും രസമാണ് കേട്ടോ. പിന്നെ അവിടെ അത്രയേ ഉള്ളൂ, അങ്ങനെ ഒരുപാട് വെറൈറ്റി മീനുകൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടൊക്കെ നോക്കണ്ടില്ലേ, നല്ല തിരക്കാട്ടോ. ഇവിടെ ഒരുപാട് കുഞ്ഞു മീനുകളാണ്, പക്ഷെ നിറയെ ഉണ്ട്, ചെറിയ മീനുകളാണ്. എന്നാലും ഒരുപാട് മീനുകൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു നല്ലൊരു രസമുണ്ട് കേട്ടോ. കുറേ മീനുകൾ ഇപ്പോൾ ഈ കടലിലെ അടിത്തട്ടിൽ എങ്ങനെയല്ല, കുഞ്ഞു മീനുകൾ കുറേ ഇങ്ങനെ പോവുമല്ലോ, അതേപോലെ. പിന്നെ ഇവിടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. അതന്നെയല്ലേ പറയുക, അതന്നെ തോന്നുന്നുണ്ട് കേട്ടോ പറയാം. അവരുടെ ഷോ ഉണ്ട്, ഇവിടെയുണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് എല്ലാവർക്കും ഹായ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഹൈഫൈ കൊടുക്കുന്നുണ്ട്. അവരുടെ എന്തൊക്കെയൊക്കെയോ ഓരോ ഐറ്റംസൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ, അവരെന്തൊക്കെ മാജിക് അവരുടെ വെള്ളത്തിൽ അവർക്ക് തന്നെ അറിയില്ല. പക്ഷെ അവരെ സമ്മതിക്കണം കേട്ടോ. ചെറിയൊരു ഇടുങ്ങിയ ആ ഒരു അക്വറിയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നീന്തൽ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ടാറ്റ കൊടുത്ത്, അവനൊക്കെ ടാറ്റ കൊടുത്തപ്പോൾ അവർക്കും തിരിച്ച് ടാറ്റയൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ കുറേ അവിടെ നിറയെ ആൾക്കാർ അതേ നോക്കിയിട്ട് നിൽക്കുന്നു കേട്ടോ ഇവരുടെ ഷോ കാണാനായിട്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇനി മത്സ്യകന്യകയുടെ ഷോ കൂടി കുറച്ചുകൂടി കഴിഞ്ഞാലുണ്ട്. അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അത് ഒരുപാട് രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും നമ്മൾ മത്സ്യകന്യകനെ ശരിക്കും കണ്ട പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പം വൈഫൈ കൊടുത്തപ്പോൾ അയാൾ ഒന്ന് കൊടുത്തിട്ട് ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ പോയപ്പോൾ അപ്പുറത്തെ സൈഡിലായിട്ട് കുഞ്ഞു ചുവപ്പ് മീനുകളുണ്ട്. പിന്നെ അതുപോലെ വെറൈറ്റി വെള്ള മീൻ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിലൊരു ചെറിയ മിനുക്കൊക്കെ പോലെ. പിന്നെ ഒരു വലിയ മീൻ അപ്പോഴേക്കും അപ്പുറത്ത് കൂടെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ പിന്നാലെയായി. വലിയ മീനൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. കഴിക്കുന്ന മീനൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും കടലടിയിൽ മീൻ. ഇതിൽ നോക്കി നോക്കുക, ഈ വെള്ള മാലാകയുള്ള പോലെ ഇങ്ങനെ ഒഴുകി നടക്കുക കേട്ടോ കുറച്ച് മീനുകൾ. ഒരു ഉള്ളിലൊരു മിനിങ്ങണ ഒരു സംഭവം പോലെ ശരിക്കും അടിപൊളിയായിട്ട്. അതിലെന്താ ഒരു എന്താ വെറൈറ്റി ആയിട്ട് ഇടയിൽ ഒരു കറുപ്പ് മീനും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കോംബോ കാണാൻ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലൊക്കെ ചില മീനുകളൊക്കെ ചത്തു കിടക്കുന്നുണ്ട് കേട്ടോ. അവരുടെ എന്തായാലും കടലത്തെ പോലെ ആവില്ലല്ലോ അവർക്ക്. അടിയിലൊക്കെ കുറച്ച് മീനുകളൊക്കെ പാവങ്ങൾ അതുകളൊക്കെ ചത്തു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവർക്ക് എല്ലാം അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്നാലും അവർക്ക് ആ കടലിലെ അടിയിലുള്ള പോലെ ആവില്ലല്ലോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇത് നോക്കിയൊക്കെ വാലിലടിയിലൊരു ഇടയിലൊരു കുത്തുള്ള മീൻ എല്ലാം കൂടി നിറയെ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് മീനുകൾ ഇതിലിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അപ്പം അവിടുത്തെ കാഴ്ചകൾ അത്രയേ ഉള്ളൂ കേട്ടോ. അതാ മൊത്തം ആ ടാങ്ക് മൊത്തം ഇങ്ങനെയുള്ള മീനുകളാണ് കേട്ടോ. ഒരു സെയിം ആയിട്ടുള്ള മോഡലുള്ള മീനുകൾ തന്നെയാണ്. കണ്ടില്ലേ, ചില മീനുകളൊക്കെ ചത്തെടുക്കട്ടോ. അപ്പോൾ ഈ മീൻ ഇമ്മ പറഞ്ഞു ഇങ്ങനെ ചാവാനായിട്ടുണ്ട് തോന്നുന്നു. കാരണം അതിനകത്ത് ഈ ഉഷാറില്ല. നമ്മളൊക്കെ വളർത്തുന്ന മീനുകൾ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന നമ്മൾ അത് പോകാനായി എന്ന് അറിയില്ല. അതേപോലെ തന്നെ കേട്ടോ. കണ്ടില്ലേ, ഇവിടുത്തെ തിരക്ക് നോക്കി നോക്കുക, അത്രയും തിരക്കാട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇത് ഞാനൊരു കണ്ണ് നോക്കി നോക്കുക, ശരിക്കും ഒരു സ്കൂളിലെ യൂണിഫോം ഇട്ട പോലെ എനിക്ക് തോന്നിട്ടോ. നിൻ്റെ കണ്ണിനെ ഉണ്ടല്ലേ, എന്തോ രസമൊക്കെ അതിൻ്റെ കണ്ണ് കാണാൻ. അത് ഞങ്ങൾ കുറേ നേരം ഒരു സൈഡിൽ തന്നെ കേട്ടോ അവരിങ്ങനെ നിൽക്കുന്നത്. വേറെ എങ്ങോട്ടും അനങ്ങണില്ല, അവരെ വട്ട പിടിച്ചിട്ട പോലെ അങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സെക്ഷനിൽ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ. നീളത്തിൽ അങ്ങനെ ഇല്ല, കുറച്ച് ഇടവിട്ടിട്ടാണ്. ഇത് നോക്കിയൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ വാലും അതിൻ്റെ എല്ലാ ചിറകും ഒക്കെ പാടെ കാണാനായിട്ട് നല്ലൊരു രസമുള്ള മീനുകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വലിയ വലിയ മീനുകൾ ചിലപ്പോൾ ശരിക്കും ആ കടലടിയിൽ ഉണ്ടാവുമെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അവർക്കപ്പോൾ അത്രയും വലിയ മീനൊന്നും ഇതിൽ കൊണ്ടിടാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ കുറച്ചുകൂടി ടണലിൻ്റെ അങ്ങോട്ട് പോയാൽ ഒരുപാട് വലിയ മീനുകളുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ഈ മീനുകളൊക്കെ കാണാനായിട്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ. എല്ലാവർക്കും ഒരു നല്ലൊരു അവസരം തന്നെയാണ്. നമുക്കൊന്നും തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ പേര് തിരണ്ടി എന്നാണ് അത്ര കേട്ടോ, തിരണ്ടിയാണ്. പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ നോക്കി നോക്ക്, വലിയ മീനാട്ടോ. കുറച്ചും കൂടി വലുപ്പമുള്ള മീനുകളാണ്. നമ്മൾ പോകുന്തോറും കുറച്ച് വലുപ്പമുള്ള മീനുകളായിട്ട് തോന്നി. ആ വാല് നീണ്ട് കിടക്കുന്ന നമ്മൾ എന്തെങ്കിലും അവിടെ കിടക്കുകയെന്ന് വിചാരിക്കും. ഇത് തിരണ്ടി മീനാണ് ഇത്ര കേട്ടോ. അതിൻ്റെ വലുതായിട്ട് നമ്മൾക്ക് ടണലിൽ കാണാം. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്സിങ് ആണ് കേട്ടോ, ഒരുപാട് വെറൈറ്റി മീനുകളാണ് ഈ ഭാഗത്തുള്ളത്. എല്ലാവരും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ അരികത്ത് കൂടെ തന്നെ പോയി, ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയില്ല. ഈ അരികത്ത് കൂടെ പോയാലാണ് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര ഈ മീനുകളൊന്നും വളർത്താൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പോകുന്നതാണെന്ന് കണ്ടാൽ തന്നെ ഒരു സന്തോഷമാണ്. ഇങ്ങനെ നമുക്ക് നോക്കിക്കാം, പ്രത്യേകിച്ച് നമുക്ക് കാണാത്ത മീനുകൾ. ഇപ്പോൾ പലതരം മീനുകളും വരുന്നുണ്ടല്ലോ. ഇത് നോക്കിയൊക്കെ കേട്ടോ, ഒരു അടിപൊളി മീനാണ് വരുന്നത്. വെറൈറ്റി, ഇത് എന്ത് മീനാണെന്ന് അറിയില്ല. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ അപ്പുറത്തെ സെക്ഷനിലൊന്നും പറയണ്ട, വെറൈറ്റിയോട് വെറൈറ്റി കേട്ടോ. ഇത് നോക്കിയൊക്കെ ശരിക്കും കണ്ണൊക്കെ എഴുതിയിട്ട് വന്ന മീൻ പോലെ. അതിൻ്റെ മേലെയൊക്കെ കണ്ടില്ലേ, എന്തൊക്കെയോ ഒരു സംഭവം കേട്ടോ. കുറച്ച് തടിച്ച മീനുകളാണ് കേട്ടോ അവിടെ. ഗുണ്ട് മീനുകൾ, ഇത്ര നേരത്തെ നമ്മളെ മെലിഞ്ഞ മീനുകൾ, ഇപ്പോൾ ഗുണ്ട് മീനുകളാട്ടോ. അത് ശരിക്കും ഒരു റോബോട്ടിനെ പോലെയൊക്കെ, ശരിക്കും ഇങ്ങനെ റോബോട്ടൊക്കെ ഇറങ്ങുമല്ലോ, അതേപോലത്തെയൊക്കെ തോന്നിയിട്ട്. അത് നോക്കിയൊക്കെ അതിൻ്റെ വായ പൊളിച്ചിട്ട് പോണത് ഒരു ഗുണ്ട് മീനുകൾ. ഇത് നോക്കിയൊക്കെ ശരിക്കും ഇത് എന്താ ഒരു മനുഷ്യൻ മീനായ പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം അവരുടെ കണ്ണും അതേപോലെ ഈ ഇതിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ, അങ്ങനെ റോബോട്ടിനെ പോലെയൊക്കെ ഇറങ്ങി വരുന്ന മീനുകളുടെ അതേപോലെ ഒരു ഇത്, എന്താ പറയുക, ഒരു വണ്ടി ഇങ്ങനെ അതിൽ ഇറങ്ങി വരുന്ന അങ്ങനത്തെയൊക്കെ ഒരു ഇതുപോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്കിപ്പോൾ ഇത് എങ്ങനെയൊക്കെ പറഞ്ഞു തരാമെന്ന് അറിയില്ല. ഞാൻ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വെറൈറ്റി മീനുകളാട്ടോ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇതെന്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, നമുക്ക് വളർത്താനും കൂടി കിട്ടില്ലല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അവർ എന്താ പറയുക, അവർ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നീന്തല്ല കേട്ടോ. കുറേ തലകുത്തി നിൽക്കും, കുറേ നിവർന്ന് നിൽക്കും. അങ്ങനെയാണ് ആ മീനുകൾ നീന്തുന്നത് കേട്ടോ. മറ്റേതൊക്കെ ഒരേ ദിശയിലായിരുന്നു, ഇവർ തലകുത്തി മറിയാണ്. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കുഞ്ഞു മീനുകൾ കേട്ടോ. കുഞ്ഞു മീനുകൾ പറഞ്ഞാൽ കുറേ ചുവപ്പ് മീനുകൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനിക്ക് പറഞ്ഞാൽ ചുവപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. ചുവപ്പ്, ഓറഞ്ച് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല കുഞ്ഞി മീനുകളാണ്, പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ട്. കാരണം ഇങ്ങനെ പൊട്ട് മിനുക്ക് നമ്മൾ എന്താ പറയുക, ഒരു വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അതേപോലെ കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നല്ല അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് ലോങ് വീഡിയോയിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നോക്കിയൊക്കെ നല്ല ചോപ്പ് മീനുകൾ കേട്ടോ, നല്ല ചന്തമുള്ള കളറാണ് കേട്ടോ. നല്ല ചെറിയ മീനുകളായിട്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ സെക്ഷൻ പറഞ്ഞാൽ കുറച്ച് നടന്നു പോകണം കേട്ടോ. കുറച്ചായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു മീൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, അടിപൊളി മീനാണ്. ഇവിടെ അങ്ങനെ ഓരോ പാട്ടുകൾ വെച്ചിരിക്കുന്നുണ്ട്. ആ ഒരു പാട്ടിനനുസരിച്ചിട്ട് മീനുകൾ നീന്തുന്ന പോലെ തോന്നും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഓരോ പാട്ടുകൾ വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. ഇവിടെയും കുറേ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. എല്ലാം വെറൈറ്റി എന്ന് പറയാമല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്കൊന്നും ഇതൊന്നും കാണാൻ പറ്റാത്ത മീനുകളല്ലേ, വളർത്താനും കൂടിയും പറ്റാത്ത മീനുകളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മീനുകളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ക്രേസൊന്നും എനിക്കില്ല മീനുകളുടെ. പിന്നെ കുറേയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, കുഞ്ഞു മീനുകളൊക്കെ ആയിട്ട്. പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു അക്വേറിയം നമ്മളെ ഒരു കുടുക്ക പോലെ കിട്ടുമല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പക്ഷേ ഇങ്ങനെ ഇത്രയും വലുതിൽ നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഇത് നോക്കിയൊക്കെ അതിൻ്റെ വാല് ഒരു പ്രത്യേക ഒരു രസമാട്ടോ, ആ വാല് പോണത്. ഇത് വലിയ മീനാട്ടോ. നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടതിൽ ഏറ്റവും ഒരു വലിയ മീൻ പോലെ തോന്നി. അത് അധികം മേലേക്ക് അങ്ങനെ അവിടെ പോകണില്ല കേട്ടോ. പിന്നെ ഇതിലും ഉണ്ട് കേട്ടോ, അവർ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ട്രെയിനിങ് ഉണ്ട് തോന്നുന്നുണ്ട് അവർക്ക്. അവരെ ഇത്രയും ഇടുങ്ങിയ ആ ഒരു സ്ഥലത്ത് തന്നെ നന്നായിട്ട് നീന്തലുണ്ട്. പിന്നെ ഒന്നുകൂടി വലിയ ഒരു മീനാട്ടോ ഇത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മീനിൻ്റെ കുറച്ചുകൂടി വലുപ്പമുള്ള പോലെ തോന്നി. ആ ഒരു വെള്ള മീനിൻ്റെ ഇടയിൽ കൂടെ ഒരു കറുത്ത മീൻ പോകണ്ടായിരുന്നല്ലോ, അത് കേട്ടോ. ഇതിലും ഒരുപാട് വെറൈറ്റി നീളമുള്ള മീനും പരന്ന മീനും അങ്ങനെ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നോക്കിയത് മറ്റേ എന്താ പറയുക, എയ്റോപ്ലെയിനിൻ്റെ ഒരു ഓട്ടകളൊക്കെ ഉണ്ടാവില്ലേ, കപ്പലിൻ്റെ ഓട്ടകൾ, അതേപോലത്തെ മീൻ കേട്ടോ. ഇത് നോക്കിയൊക്കെ വേറെ ഒരു തരം മീൻ. പിന്നെ ഇത് ഒരു തരം എന്താ പറയുക, വരയൊക്കെ ആയിട്ട് പാമ്പിൻ്റെ വരയൊക്കെ പോലെ ഉണ്ടല്ലേ ഓരോന്ന് കാണാനായിട്ട്. അതാ വലിയ മീനുകളുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് കണ്ടില്ല മേലെ കൂടെയൊക്കെ പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ അങ്ങനെ വലുതും ചെറുതായിട്ടുള്ള മീനുണ്ട് കേട്ടോ. തീരെ പൊടി മീനുകളെല്ലാം ഇങ്ങനെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ വളർത്തുമ്പോഴൊക്കെ കുട്ടികളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. വലിയ മീൻ, ചെറിയ മീനിനെ, പൊടിമീന് അവരെന്നെ തിന്നും, ആ മീൻ പ്രസവിച്ച് അവരെന്നെ തിന്നും. അതുകൊണ്ടായിരിക്കും തോന്നുന്നത് ചെറിയ മീൻ അപ്പുറത്തിട്ടിരിക്കുന്നത്. ഇതിലും ഉണ്ട് കേട്ടോ. അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർ ഇതിലെല്ലാവർക്കും ഹൈഫൈ കൊടുക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ, അത് ഭയങ്കര സന്തോഷം കേട്ടോ അവർക്ക് തന്നെ. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. സോ അവർക്ക് എന്തായാലും നന്നായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും
ആയിരിക്കും. പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ നല്ല കളറുകളുള്ള മീനാണ് കേട്ടോ. പലതരം കളറുകൾ മാത്രമല്ല അവർ ചിറക് തന്നെ കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ. അതിങ്ങനെ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട് കേട്ടോ. നോക്കിയൊക്കെ പലതരം നല്ലൊരു ഭംഗിയുള്ള കളറുകളാണ് ഈ ഒരു മീനുകൾക്കൊക്കെ. അങ്ങനെ അവിടെ ഇതേപോലെ പലതരം കളറുകളായിട്ടുള്ള ഒരു വെറൈറ്റി മീനുകൾ പല സൈസിൽ പല നിറത്തിൽ അങ്ങനെ ഇതുവരെ നമ്മൾ കുറേ മീനുകൾ അങ്ങനെയായിട്ട് കണ്ടു അല്ലേ. ഈ ഒരു സെക്ഷന് നല്ല കളറുകൾ പലതരം മീനുകളാണ് കേട്ടോ. ഇനി അടുത്ത സെക്ഷനിൽ ഒരു അടിപൊളി മീനുകളാണ് കേട്ടോ. സൂപ്പർ മീനുകൾ പറഞ്ഞാൽ വെറൈറ്റി മീനുകൾ. ശരിക്കും ഈ ഒരു ഭാഗമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം നോക്കി നോക്ക് പലതരം കളർ അവരുടെ ആ ചിറകും വാലും കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ നല്ല വെറൈറ്റി കളറുകളും അതുപോലെ തന്നെ വെറൈറ്റി മീനുകളാണ്. നല്ല രസമുള്ള കളറ് കോമ്പിനേഷനൊക്കെ ആയിട്ട് നിറയെ ഉണ്ട് കേട്ടോ. ചെറിയ മീനുകളാണ്, അത്ര ചെറുതല്ല, പൊടി മീനുകളല്ല, എന്നാലും കുറച്ചുകൂടി വലുപ്പമുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ സെക്ഷനിലായിട്ട്. ഇത് ഇവിടെ ശരിക്കും ചെറിയ മീനുകളാണ് കേട്ടോ, വലുത് ഇതേ കൂടെ ഇട്ടിട്ടില്ല. നല്ലൊരു കളർ കോമ്പിനേഷൻ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ നല്ലൊരു മീനെ കാണിച്ചു തരാം കേട്ടോ. തലയിൽ മറ്റേ പൂവൻകോഴീൻ്റെ ഒരു തൊപ്പിയൊക്കെ ഉള്ള പോലെ കാണിച്ചു തരാം, നേരെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ഞാൻ ആ വെള്ള കളറിൽ കണ്ടില്ലേ തൊപ്പി, പൂവൻകോഴീൻ്റെ പൂവുണ്ടല്ലോ, അത് വെച്ച് നടക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ആ മീനെ കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്നും ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ടണൽ വരുന്നുണ്ട്. ടണൽ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റോളം വലിയ മീനുകളായിരിക്കും. വലിയ അരാപ്പയ്മ മീനുകളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതുപോലെ മെർമെയ്ഡ് ഷോ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മെർമെയ്ഡ് ഷോ ആണ് കേട്ടോ നമ്മുടെ പാലക്കാട് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലത്തെ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.